ഇതിലോട്ട് അടുത്തതായി ചേർക്കാനുള്ളത് ഞാൻ കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു പീസ് കരിപ്പട്ടിയും കൂടെ ചേർത്ത് ഉരുക്കിയെടുത്തതാണ്. ഇതിനെ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. മധുരത്തിന് ആവശ്യമായത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അടിച്ചെടുത്ത ഈ മിക്സ് നമ്മുടെ തേങ്ങാപ്പാലിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഇത്ര കട്ടിക്കാണ് അടിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിനെ തേങ്ങാപ്പാലിലോട്ട് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. മധുരം കുറച്ച് കുറവുണ്ട്, കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നമ്മൾ ചെറുപഴം വെച്ച് തയ്യാറാക്കിയ ഈ ഡ്രിങ്ക് നല്ല ടേസ്റ്റാണ്. തയ്യാറായിട്ടുണ്ട്.